വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിൽ നിന്നും LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന N അരുണിന്റെ പോസ്റ്ററുകൾ പതിപ്പിച്ചു തുടങ്ങി. മൂവാറ്റുപുഴ നഗരത്തിലും എല്ലാ പഞ്ചായത്തുകളിലും ആദ്യഘട്ട പോസ്റ്റർ പ്രചാരണമാണ് ആരംഭിച്ചിരിക്കുന്നത്. മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിൽ നിന്നും നിയമസഭയിലേക്ക് മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥി N അരുണിന്റെ ആദ്യഘട്ട പോസ്റ്റർ പ്രചാരണത്തിന് തുടക്കമായി. മൂവാറ്റുപുഴ നഗരത്തിലും എല്ലാ പഞ്ചായത്തുകളിലും N അരുണിന്റെ പോസ്റ്ററുകൾ LDF പ്രവർത്തകർ പതിപ്പിച്ചു തുടങ്ങി. എല്ലാവരുടെയും അരുൺ എന്ന് മാത്രമാണ് പോസ്റ്ററിലുള്ളത്. ചിഹ്നമോ അഭ്യർത്ഥനയോ ഒന്നും പോസ്റ്ററിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. നിയോജക മണ്ഡലത്തിൽ നിന്നും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളിൽ ആദ്യത്തെ സ്ഥാനാർത്ഥിത്വം ഉറപ്പാക്കിയതും N അരുൺ തന്നെയാണ്. മുൻപ് ജില്ലാ പഞ്ചായത്ത് അംഗമായും ഗ്രാമപഞ്ചായത്ത് അംഗമായും പ്രവർത്തിച്ചിട്ടുള്ള അരുൺ തെരഞ്ഞെടുപ്പ് മേഖലയിൽ പുതുമയുള്ള ആളല്ല. സംസ്ഥാന സർക്കാരിന്റെ കഴിഞ്ഞ 10 വർഷത്തെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞാണ് ജനങ്ങളോട് വോട്ട് ചോദിക്കുന്നതെന്ന് അരുൺ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഔദ്യോഗികമായ പ്രഖ്യാപനം വന്നിട്ടില്ലെങ്കിലും N അരുൺ തന്നെയാണ് LDF സ്ഥാനാർത്ഥിയെന്ന് ഉറപ്പിച്ചിട്ടുണ്ട്. ഇതോടുകൂടിയാണ് LDF പ്രവർത്തകർ അരുണിനായി പ്രചരണ രംഗത്ത് സജീവമായിരിക്കുന്നത്. നാളെ അരുണിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം സുഹൃത്ത് സംഗമവും സംഘടിപ്പിച്ചിട്ടുണ്ട്. UDFന്റെ സ്ഥാനാർത്ഥിയായി മാത്യു കുഴൽനാടൻ MLA ഇതിനോടകം വരുമെന്നുള്ള കാര്യം ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. നിലവിലുള്ള സിറ്റിംഗ് MLAമാർ എല്ലാവരും തന്നെ അതത് മണ്ഡലങ്ങളിൽ മത്സരിക്കണമെന്നാണ് AICCയുടെ തീരുമാനം. ഇതോടെയാണ് മാത്യു കുഴൽനാടൻ മൂവാറ്റുപുഴയിൽ വീണ്ടും 2ാം അംഗത്തിനിറങ്ങുന്നത്. വരുന്ന ദിവസങ്ങളിൽ സംസ്ഥാനത്തുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ മൂവാറ്റുപുഴയിൽ അരുണിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി സജീവമായി രംഗത്തിറങ്ങും. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.